നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൊച്ചിയിൽ നഗരമധ്യത്തിൽ വിവസ്ത്രനായി അജ്ഞാതന്റെ മൃതദേഹം കണ്ടെത്തിയത് കമ്പി കുത്തിക്കയറിയ നിലയിൽ. മദ്യപിച്ച് ഗേറ്റ് ചാടിക്കടക്കാൻ ശ്രമിച്ചതാകാമെന്ന് പോലീസ്. എറണാകുളത്ത് ശുചീകരണ തൊഴിലാളിയെ കാറിടിച്ച സംഭവത്തിൽ പ്രതിയെ സംരക്ഷിക്കുന്നതായി പരാതി. ഡ്രൈവറെ വിളിച്ചു വരുത്തി സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചുവെന്ന് പരിക്കേറ്റ നിഷ. നടക്കുന്നുണ്ട്. അതിനൊരു നടപടി എന്താ പോലീസുകാർ സ്വീകരിക്കാത്തതെന്നാ? ഞങ്ങൾ പാവപ്പെട്ടവരായതുകൊണ്ടാണോ? ചിലപ്പോൾ പിടിപാടുള്ള ആൾക്കാരായിരുന്നെങ്കിൽ ഇപ്പം ഇതിന് വേഗം ഒരു നീതി അവർക്ക് കിട്ടിയാനെ അല്ലേ? 4 കുട്ടികളുടെ ജീവൻ പൊലിഞ്ഞ പാലക്കാട് വൈകിട്ട് സുരക്ഷാ പരിശോധന. കളക്ടറും പോലീസും ദേശീയപാത ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ അനിശ്ചിതകാല സമരം തുടങ്ങി. യൂത്ത് ലീഗ് പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചു. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഗുരുതര അനാസ്ഥ. യുവതിക്ക് മരുന്ന് മാറി നൽകിയെന്ന് പരാതി. 34-കാരി യുവതിക്ക് നൽകിയത് 64-കാരിയുടെ മരുന്ന്. സംസ്ഥാനത്ത് പലയിടത്തും മഴ. തെക്കൻമല ഡാം തുറന്നു. ഇന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പില്ല. വിശദമായി നോക്കാം. ഹൈക്കോടതിയുടെ സമീപം മംഗളവനത്തിൽ മൃതദേഹം കണ്ടെത്തി. കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷക സ്ഥാപനത്തിന്റെ ഗേറ്റിന്റെ കമ്പിയിൽ കോർത്ത നിലയിലായിരുന്നു തമിഴ്നാട് സ്വദേശിയുടെ മൃതദേഹം നഗ്നമായ നിലയിൽ കണ്ടെത്തിയത്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫി കെട്ടിടത്തിന്റെ ഗേറ്റ് ചാടിക്കടക്കുന്നതിനിടെ കമ്പി കുത്തിക്കയറിയാണ് മരണം. മലദ്വാരത്തിലും തുടയിലും കമ്പി കുത്തിക്കയറിയ നിലയിലാണ്. ഇയാൾ ധരിച്ചിരുന്ന പാന്റ് സമീപത്തു നിന്നും കണ്ടെത്തി. മംഗളവനത്തിൽ കണ്ടെത്തിയ അജ്ഞാത മൃതദേഹം തമിഴ്നാട് സ്വദേശിയുടേതാണെന്നാണ് സൂചന. ശരീരത്തിൽ മറ്റു പരിക്കുകളില്ലെന്നും പോലീസ് പറയുന്നു. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഒരു അണ്ണാച്ചിലത്തിനായിട്ട് ഒരു ക്രൈം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ നടക്കാൻ പോയ നാട്ടുകാരാണ് മൃതദേഹം കണ്ടതും പോലീസിനെ അറിയിച്ചതും. മംഗളവനത്തിന്റെ ഭാഗത്ത് സുരക്ഷയ്ക്ക് ആളുകളുണ്ടെങ്കിലും രാത്രിയായാൽ ഇവിടെ ഗേറ്റടയ്ക്കും. അതിനാൽ സന്ദർശകർക്ക് പ്രവേശനമില്ല. ഈ ഭാഗത്ത് CCTV ക്യാമറകളുമില്ല. എങ്ങനെയാണ് ഇയാൾ ഇവിടേക്ക് എത്തിയതെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി. എറണാകുളം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കെത്തിയ യുവതിക്ക് മരുന്ന് മാറി നൽകി. കളമശ്ശേരി സ്വദേശി അനാമിക ഡോക്ടർക്കും എക്സ്റേ വിഭാഗത്തിനുമെതിരെ പോലീസിൽ പരാതി നൽകി. എക്സ്റേ റിപ്പോർട്ട് പരിശോധിച്ചപ്പോൾ മറ്റൊരാളുടേതാണെന്ന് മനസ്സിലായി. നടുവേദനയെ തുടർന്നാണ് അനാമിക ഈ മാസം 12-ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയത്. എക്സ്റേ എടുക്കാൻ ഡോക്ടർ നിർദ്ദേശിച്ചു. റിപ്പോർട്ട് പരിശോധിച്ച ശേഷം ഡോക്ടർ പ്രായാധിക്യം മൂലമുള്ള തേയ്മാനമുണ്ടെന്ന് പറഞ്ഞു. 3 ഗുളികകൾ എഴുതി നൽകി. വീട്ടിൽ ചെന്ന് നോക്കിയപ്പോഴാണ് ഡോക്ടർ പരിശോധിച്ചത് 61-കാരി ലതികയുടെ എക്സ്റേ റിപ്പോർട്ടാണെന്ന് മനസ്സിലായത്. കഴിഞ്ഞ ദിവസം എനിക്ക് മാറി കിട്ടിയത് മറ്റൊരു എന്നെക്കാൾ ഇരട്ടിയോളം പ്രായമുള്ള ഒരാളുടെ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് വെച്ചിട്ടാണ് എനിക്കൊരു മെഡിസിൻ തന്നെ. ഇപ്പോൾ ഇന്നലെ പോയപ്പോഴും അവിടെയുള്ള ഡ്യൂട്ടിയിൽ കാഷ്വാലിറ്റി ഉണ്ടായ ഡോക്ടർ പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല, സെയിം മെഡിസിൻ തന്നതുപോലും വലിയ വ്യത്യാസമൊന്നുമില്ല, ഇത് കഴിച്ചാലും മതി, അല്ലാതെ ഏത് വേണേലും കഴിക്കാന്നൊക്കെ. മരുന്ന് മാറി നൽകിയതിനെതിരെ റേഡിയോളജിസ്റ്റിനും ഡോക്ടർക്കുമെതിരെ ആരോഗ്യമന്ത്രിക്കും പോലീസിനും പരാതി നൽകിയിട്ടുണ്ട്. തിരക്കിനിടയിൽ എക്സ്റേ റിപ്പോർട്ട് മാറിപ്പോയി എന്ന വിശദീകരണമാണ് റേഡിയോളജിസ്റ്റ് നൽകിയതെന്നാണ് അനാമികയുടെ സഹോദരൻ പറയുന്നത്. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വന്നിട്ട് പറഞ്ഞത് അബദ്ധം പറ്റിപ്പോയി. പക്ഷെ അങ്ങനെ അബദ്ധം പറ്റരുതല്ലോ. പരാതിയിൽ അന്വേഷണം ആരംഭിച്ചതായി കളമശ്ശേരി മെഡിക്കൽ സൂപ്രണ്ട് അറിയിച്ചു. ന്യൂസ് 18 കൊച്ചി.
കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറി നടത്തിപ്പിലെ ക്രമക്കേടിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെടാൻ തീരുമാനം. ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റിയുടേതാണ് തീരുമാനം. 2003 വരെയുള്ള കണക്കുകൾ പരിശോധിച്ചപ്പോൾ 5 ലക്ഷം രൂപയുടെ ക്രമക്കേടാണ് കണ്ടെത്തിയത്. ആഭ്യന്തര ഓഡിറ്റ് കമ്മിറ്റി വിശദമായി അന്വേഷണം നടത്തുകയും ഉത്തരവാദികളായവരിൽ നിന്ന് പണം തിരിച്ചടപ്പിക്കുകയും ചെയ്യും. പണം തിരിച്ചടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ നിയമ നടപടിയെടുക്കുമെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. അമിത വേഗതയിലെത്തിയ കാർ ഇടിച്ച് ശുചീകരണ തൊഴിലാളിക്ക് പരിക്കേറ്റ സംഭവത്തിൽ പ്രതിയെ പോലീസ് സംരക്ഷിക്കുന്നെന്ന പരാതിയുമായി കുടുംബം. ഇടപ്പള്ളി ചങ്ങമ്പുഴ സ്വദേശിനി നിഷയാണ് കാറിടിച്ചത്. കലൂർ എളമക്കരയിൽ ഡിസംബർ 7-നാണ് അപകടമുണ്ടായത്. ഡ്രൈവറെ വിളിച്ചു വരുത്തി സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചെന്നാണ് പരാതി. നിഷയെ വാഹനം പിടിക്കുന്ന ദൃശ്യങ്ങൾ ന്യൂസ് 8-ന് ലഭിച്ചു. പിന്നെ 3:20 ഞാൻ വണ്ടിയും കൊണ്ട് പോവായിരുന്നു. ബാക്കിൽ ലൈറ്റിന്റെ വെട്ടം കണ്ടാണ് ഞാൻ തിരിഞ്ഞു നോക്കണേ. അപ്പോഴത്തേനും കാർ എൻ്റെ അടുത്തെത്തി. ഞാൻ ഉന്തുവണ്ടി ഇട്ടിട്ട് ഞാൻ ഓടിയെങ്കിലും എൻ്റെ ബാക്കിൽ വന്ന് ഇടിക്കുകയും ചെയ്തത്. ഞാൻ അവിടെ വീണ് കിടക്കണം. അയാൾ ഇറങ്ങി വന്നിട്ട് എന്നെ നോക്കി, വാ ചേച്ചി നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ഹസ്ബൻഡ് ഓടി വന്നിട്ട് എന്നെ പൊക്കി. ഞാനോർത്ത് വണ്ടി എടുക്കുന്നത് എൻ്റെ അടുത്തേക്ക് വണ്ടി അടുപ്പിക്കാനാണെന്നാണ് കരുതിയത്. പക്ഷെ വണ്ടി എടുത്ത് അദ്ദേഹം വിട്ടുകളയുക ചെയ്തത്. വാഹനം ഇടിച്ചവൻ ഒരു കാര്യം കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നിട്ട് ഞങ്ങൾ മെഡിക്കലിൻ്റെയോ മരുന്ന് അടിച്ചാലോ ഒന്നും ഒരു ഇതും ചെയ്തിട്ടില്ല. നേരെ സ്റ്റേഷൻ ജാമ്യം കൊണ്ട് അവനങ്ങോട്ട് വീട്ടിൽ പോയി. അത് ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള വാഹനാപകടമുള്ളവർക്ക് പെട്ടെന്ന് സ്റ്റേഷൻ ജാമ്യം കൊടുത്ത് വിടണം? എന്തുകൊണ്ടാണ്? അത് പോലീസുകാർ ചെയ്യണത് ഏറ്റവും വലിയ തെറ്റാണ്. പോലീസുകാർ ആദ്യമേ വന്ന് ഹോസ്പിറ്റലിൽ വന്നിട്ട് രോഗിനെ കണ്ടിട്ട് അവർക്ക് എന്താ പറ്റിയെന്ന് അന്വേഷിച്ചിട്ട് വേണം ഇവൻ ഈ പ്രതി ഹോസ്പിറ്റലിൽ വന്ന് അന്വേഷിച്ചോ അതിൽ അവർക്ക് എന്താണ് ചെയ്തോ എന്നുള്ള കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് വേണ്ടേ ഇവർ സ്റ്റേഷൻ ജാമ്യം കൊടുക്കാൻ. ശരിയല്ലേ? ഇത് ഒന്നും അന്വേഷിക്കാതെ നിങ്ങൾ അവന് വെറുതെ സ്റ്റേഷൻ ജാമ്യം, ഞാൻ കൊടുത്ത പരാതിയിൽ അവന് സ്റ്റേഷൻ ജാമ്യത്തിൽ നിങ്ങൾ പറഞ്ഞു വിട്ട്. ഇപ്പം അവൻ സന്തോഷത്തോടെ അവൻ്റെ വീട്ടുകാരായിട്ടും അവനായിട്ട് കറങ്ങി തിരിഞ്ഞ് നടക്കുന്നുണ്ട്. എൻ്റെ ഭാര്യ ഇപ്പം ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നില്ലേ? ശരിയാണില്ലേ? അപ്പം ആർക്കും നഷ്ടം? എനിക്കാണ് നഷ്ടം വന്നത്. ഞാൻ പറയണത് ഈ വണ്ടി ഓടിച്ചവന് ന്യായമായുള്ള ശിക്ഷ കൊടുക്കണം. ഇവനെ കോടതിക്ക് കൊടുക്കണം എന്നാണ് ഞാൻ പറയണേ. നവമി ദിനേശ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. നവമി, ആ വാഹനം ഇടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിട്ടിരിക്കുന്നത്. ഇവിടെ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം, ആരെയാണ് പോലീസ് സംരക്ഷിക്കുന്നത്? എന്താണ് പോലീസിനെതിരെ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കാൻ കുടുംബത്തെ പ്രേരിപ്പിച്ചത്? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? നവമി, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഭവ്യ, ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അത്രയേറെ ക്രൂരമായിട്ടുള്ള ഒരു അപകടം തന്നെയാണ് ആ ശുചീകരണ തൊഴിലാളിയായ നിഷയ്ക്ക് സംഭവിച്ചത്. ആ വാഹനം പാഞ്ഞു വന്ന് ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. അതും കഴിഞ്ഞ് ഈ യുവാവ് ആ വാഹനത്തിൽ നിന്നിറങ്ങി ഈ യുവതിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും വാഹനമെടുത്ത് കടന്നു കളയുകയാണ്. അത്ര വലിയ ഗുരുതരമായിട്ടുള്ള തെറ്റ് തന്നെയാണ് ആ യുവാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇതിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. 7-ാം തീയതി പുലർച്ചെ 3 മണിക്ക് ഈ സംഭവം ഉണ്ടാകുന്നു. ഇത്ര ദിവസമായി, അതായത് ഒരാഴ്ച കഴിഞ്ഞു, 7 ദിവസമായിട്ടും ആ യുവാവിനെ ആരാണ് ഈ പോലീസിന്റെ കൃത്യമായി ഈ കുടുംബത്തോട് ഈ യാതൊരുവിധ കാര്യങ്ങളും പറയുന്നില്ല. ഈ പ്രതിയെ പിടികൂടിയോ, പ്രതിയെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചോ, ഇതൊക്കെ കുടുംബം അറിയുന്നത് ഈ തൊട്ട അയൽവക്കത്തുള്ള ഒരു വ്യക്തി, അയാൾ ഈ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഈ വിവരം ചോദിച്ചപ്പോഴാണ് അറിയുന്നത് ആ യുവാവിനെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിട്ടുണ്ടെന്ന്. അതായത് ഈ അപകടം പറ്റിയ ഈ യുവതിക്കോ അല്ലെങ്കിൽ കുടുംബത്തിനോ നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ല. ആ പ്രതി തന്നെയാണോ, ഇവരെ വാഹനാപകടം നടത്തിയ പ്രതി തന്നെയാണോ പോലീസ് പിടികൂടിയതെന്ന് അറിയില്ല. അങ്ങനെ യാതൊരുവിധ ഒരറിവും തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും കുടുംബത്തിന് ലഭിച്ചിട്ടില്ല എന്നുള്ള ഗുരുതര ആരോപണമാണ് കുടുംബം ഉന്നയിക്കുന്നത്. ഞങ്ങൾ ശുചീകരണ തൊഴിലാളികളായതുകൊണ്ട് മാത്രമാണോ ഞങ്ങളോട് ഈ അവഗണന എന്നുള്ളവർ അവർ ചോദിക്കുന്നുണ്ട്. അതായത് താൽക്കാലിക ജീവനക്കാരാണ്, കൊച്ചി കോർപ്പറേഷനിലെ താൽക്കാലിക ജീവനക്കാരാണ്, ശുചീകരണ തൊഴിലാളികളാണ്, നിത്യവേതനത്തിലാണ് ഇവർ ജോലി ചെയ്യുന്നത്. ഇങ്ങനെ അപകടം പിടിച്ചു കിടക്കുമ്പോൾ ഞങ്ങൾക്കിനി എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങൾക്ക്
ചികിത്സ നടത്താൻ പണമില്ല എന്നൊക്കെയാണ് ഈ കുടുംബം ആരോപിക്കുന്നത്. ഈ യുവതിയുടെ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ആ യുവതിയുടെ ഇടത് കാലില് പൊട്ടലുണ്ട്, ഒപ്പം നട്ടെല്ലിനും പരിക്കേറ്റ അവസ്ഥയിലാണ്. അവർക്ക് നടക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിൽ പോലും എന്തുകൊണ്ടാണ് കൃത്യമായിട്ടുള്ള നഷ്ടപരിഹാരം വാങ്ങിക്കൊടുക്കാൻ പോലും പോലീസിന്റെ ഭാഗത്തു നിന്നും അനുകൂലമായിട്ടുള്ള നിലപാടുണ്ടാകാത്തത്? എന്തുകൊണ്ടാണ് ഈ പ്രതിയെ സംരക്ഷിക്കുന്ന നിലപാട് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്നാണ് കുടുംബം ചോദിക്കുന്നത്. എന്തായാലും ഈ പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഇതുവരേക്കും ഒരാഴ്ച കഴിഞ്ഞിട്ടും ഈ അപകടം സംഭവിച്ച നിഷയുടെ മൊഴിയെടുക്കാൻ പോലും പോലീസ് എത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞങ്ങൾ നോർത്ത് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുമ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം, ഞങ്ങൾ FIR ഇട്ടിട്ടുണ്ട്, നമ്മൾ ഈ പരാതി സ്വീകരിച്ച് FIR ഇട്ടിട്ടുണ്ടെന്നാണ്. പക്ഷെ അപ്പോഴും എന്തുകൊണ്ട് ഈ പരാതിക്കാരിയുടെ മൊഴിയെടുത്തില്ല എന്നുള്ള ചോദ്യത്തിനൊന്നും കൃത്യമായി പോലീസിന് ഉത്തരമില്ല. ഇത് ഞങ്ങൾ കഴമ്പുണ്ടെങ്കിൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കും, അത് അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ എന്നുള്ളൊരു ന്യായീകരണം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഒരു അപകടം നടന്ന് 7 ദിവസം കഴിഞ്ഞിട്ടും പോലീസിന് എന്തുകൊണ്ടാണ് ഇതിന്റെ ഒരു സത്യാവസ്ഥ അന്വേഷിക്കാൻ കഴിയാത്തത് എന്ന് തന്നെയാണ് കുടുംബവും ചോദിക്കുന്നത്. ഭവ്യ, നവമി ദിനേശാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്. ആരുടെ പിഴ? പാലക്കാട് പന്നയംപാടത്ത് 4 കുട്ടികളുടെ ജീവനെടുത്ത അപകട സ്ഥലത്ത് സംയുക്ത സുരക്ഷാ പരിശോധന വൈകിട്ട് ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യ, സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ്, പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംഘത്തിലുണ്ടാകും. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറും അപകടസ്ഥലം സന്ദർശിക്കും. സംയുക്ത സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷമാകും റോഡിലെ വളവ് നിവർത്തണമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ തുടർ നടപടികൾ ഉണ്ടാവുക. പ്രദേശത്തെ അപകടങ്ങൾ ഒഴിവാക്കാൻ ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ അനിശ്ചിതകാല സമരവും തുടങ്ങി. റോഡ് നിർമ്മാണത്തിലെ അപാകത ഉടൻ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് ലീഗ് പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചു. യൂത്ത് ലീഗ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. മൂവാറ്റുപുഴ തൊടുപുഴ റോഡിൽ ട്രാവലറും ബുള്ളറ്റും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. ആയവന സ്വദേശി സെബിൻ ജോയിയാണ് മരിച്ചത്. ആനിക്കാട് മാവിൻ ചുവട്ടിൽ ഇന്ന് പുലർച്ചെ 1:30യോടുകൂടിയായിരുന്നു അപകടമുണ്ടായത്. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങും വഴിയായിരുന്നു സെബിൻ അപകടത്തിൽപ്പെട്ടത്. മൂവാറ്റുപുഴയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ മാനേജറാണ് മരിച്ച സെബിൻ. ഇടുക്കി പൂമ്പാറയിൽ വിനോദ സഞ്ചാരികളുടെ വാഹനം അപകടത്തിൽപ്പെട്ടു. മഹാരാഷ്ട്ര സ്വദേശികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. 5 പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. പുലർച്ചെ 2 മണിയോടെയായിരുന്നു അപകടം. യാത്രക്കാർക്ക് നിസ്സാര പരിക്ക്. പത്തനംതിട്ട കോന്നി കൂടൽ നെടുമൺകാവിൽ വാഹനാപകടത്തിൽ 6 പേർക്ക് പരിക്ക്. നിയന്ത്രണം വിട്ട കാർ പിക്കപ്പ് വാനിൽ ഇടിക്കുകയായിരുന്നു. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നുള്ള പുനലൂരിലേക്ക് പോയ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവറുടെ പരിക്ക് ഗുരുതരമാണ്. ഡ്രൈവർ ഉറങ്ങിയതാണ് അപകടത്തിന് കാരണമെന്നാണ് നിഗമനം. തമിഴ്നാട് കോയമ്പത്തൂർ മധുകരയിലുണ്ടായ അപകടത്തിൽ മരിച്ച പത്തനംതിട്ട ഇരവിപേരൂർ സ്വദേശികളുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു. ജേക്കബ്, ഭാര്യ ഷീബ, കൊച്ചുമകൻ 2 മാസം പ്രായമുള്ള ആരോൺ എന്നിവരുടെ മൃതദേഹം തിരുവല്ല പുഷ്പഗിരി ആശുപത്രിയിൽ മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. വിദേശത്തുള്ള ആരോണിന്റെ പിതാവ് നാട്ടിലെത്തിയ ശേഷമായിരിക്കും സംസ്കാരം. അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ ആരോണിന്റെ അമ്മ അലീനയെ കോവായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. സംസ്ഥാനത്ത് തെക്കൻ ജില്ലകളിൽ പലയിടത്തും മഴ തുടരുകയാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴ തുടരുന്നുണ്ട്. കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ മഴ ലഭിച്ചു. കല്ലടയാറിന്റെ തീരഭാഗം ഇടിഞ്ഞു. ചെറുപൊയ്കയിലെ ഇരുൾമല മണമേൽക്കടവ് ഭാഗമാണ് ഇടിഞ്ഞത്. വലിയ മരങ്ങൾ ഉൾപ്പെടെ താഴേക്ക് പതിക്കുന്ന സ്ഥിതിയാണുള്ളത്. വില്ലേജ് ഓഫീസ് അധികൃതർ സ്ഥലം സന്ദർശിച്ചു. കല്ലടയാറിന്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. അതേസമയം കേരള തീരത്ത് മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് പിൻവലിച്ചു. തെന്മല പരപ്പ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. ജലനിരപ്പ് 113 മീറ്ററായി ഉയർന്ന സാഹചര്യത്തിലാണ് 3 ഷട്ടറുകൾ 60 സെന്റിമീറ്റർ വീതം തുറന്നത്. ജലം കല്ലടയാറ്റിലേക്ക് ഒഴുകുകയാണ്. ആറിന്റെ തീരത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ മഴ ശക്തമാണ്. ശരണമന്ത്രമുഖരിതം സന്നിധാനം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം.
കനത്ത മഴയ്ക്കിടയിലും ശബരിമലയിൽ വൻ ഭക്തജനത്തിരക്ക്. ഉച്ചയ്ക്ക് 12 മണിവരെ 43,629 തീർത്ഥാടകർ ദർശനം നടത്തി. ഇന്നലെ 83,520 തീർത്ഥാടകരാണ് ശബരിമലയിൽ എത്തിയത്. ഇന്ന് രാവിലെ ശക്തമായ മഴ പെയ്തിരുന്നു. മഴ കണക്കിലെടുത്ത് കാനനപാത വഴി തീർത്ഥാടകരെ കടത്തിവിടുന്നില്ല. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് മിൽമാഗി. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. കണ്ണൂർ തലശ്ശേരി കാർ ഷോറൂമിലെ തീപിടുത്തം ആസൂത്രിതം. സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് കാറുകൾക്ക് തീയിട്ടത്. വയനാട് തേറ്റമല സ്വദേശി സജീവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തീപിടുത്തത്തിൽ 3 കാറുകൾ കത്തി നശിച്ചിരുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ചിറക്കരയിലെ ഷോറൂമിൽ തീയിട്ടത്. തൊടുപുഴയിലെ തിരക്കേറിയ റോഡിന് നടുവിൽ പതിറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു കിണറുണ്ട്. പുളിയൻമല സംസ്ഥാന പാതയിലെ നാടുകാണി ചുരത്തിലാണ് ഈ അപൂർവ കാഴ്ച. ഇടുക്കിയുടെ ചരിത്രത്തിനൊപ്പം തന്നെ പഴക്കമുണ്ട് ഈ കിണറിന്. നാടുകാണി ചുരത്തിലൂടെ കടന്നുപോകുന്ന സംസ്ഥാന പാതയ്ക്ക് നടുവിലായി ഇടുക്കി പദ്ധതിക്കായി കുരുതിക്കളത്ത് നിന്നും പന്നിമറ്റം വഴിയായിരുന്നു ഹൈറേഞ്ചിലേക്കുള്ള ആദ്യത്തെ റോഡ് നിർമ്മിച്ചത്. 1956 മലവെള്ളപ്പാച്ചിലിൽ ഈ പാത ഒലിച്ചുപോയി. ഇതേ തുടർന്ന് നാടുകാണി വഴി പുളിക്കൽ പറമ്പിന് നടുവിലൂടെ റോഡ് വെട്ടിയപ്പോഴാണ് കിണറും റോഡിന്റെ ഭാഗമായത്. കുടിവെള്ളത്തിന് വളരെ അകലെ പോകണമായിരുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ ഒരുപാട് കിണറുകൾ കുത്തിയിട്ട് ലാസ്റ്റ് കിട്ടിയതാണ് ഈ കിണർ. അപ്പോൾ അത് നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണല്ലോ. അപ്പോൾ അത് കളയാതെ സൂക്ഷിക്കുക എന്നുള്ളത് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടതായിട്ട് വന്നത്. നിരവധി ആളുകൾ കുടിവെള്ളം എടുക്കുന്ന കിണർ മൂടില്ലെന്ന ഉറപ്പിലാണ് റോഡിനായി ഉടമ സ്ഥലം നൽകിയത്. ആദ്യം റോഡിന്റെ ഒരു വശത്തായിരുന്നു കിണർ. എങ്കിലും ഭാരവാഹനങ്ങൾക്ക് കടന്നുപോകാൻ ബുദ്ധിമുട്ടായതിനാൽ നടുവിൽ കിണർ വരുന്ന രീതിയിൽ റോഡിന് വീതി കൂട്ടി. കമ്പിവേലിയിട്ടും കരിങ്കൽ ഭിത്തി കെട്ടിയുമൊക്കെയാണ് കിണർ സംരക്ഷിക്കുന്നത്. എത്ര ചിലവ് വന്നാലും ചരിത്രത്തിന്റെ ഭാഗമായ കിണർ സംരക്ഷിക്കാനാണ് പുളിക്കൽ കുടുംബത്തിന്റെ തീരുമാനം. ന്യൂസ് 18 ഇടുക്കി. ആഫ്രിക്കൻ ഒച്ചശല്യത്തിന് പ്രതിരോധ നടപടികളുമായി പാലക്കാട് ഓങ്ങല്ലൂർ പഞ്ചായത്ത് 3.5 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. മഴ തുടങ്ങിയാൽ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധയിടങ്ങളിൽ ആഫ്രിക്കൻ ഒച്ചിന്റെ ശല്യം രൂക്ഷമാകും. പഞ്ചായത്തിലെ 4, 6, 10, 11, 20 വാർഡുകളാണ് ഒച്ചുശല്യത്തിൽ വലയുന്നത്. ഇതിന്റെ ഭാഗമായാണ് പ്രതിരോധ നടപടികൾ. 3,40,000 രൂപ ചെലവഴിച്ചാണ് പ്രവർത്തനം. കഴിഞ്ഞ വർഷങ്ങളിലായി പഞ്ചായത്ത് ഭരണസമിതിയും ഡിപ്പാർട്ട്മെന്റിന്റെയും കൂടി സഹായത്തോടുകൂടി ആഫ്രിക്കൻ ഒച്ചുകളെ നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അതിന് ഫണ്ട് വകയിരുത്തുകയും പല പ്രദേശങ്ങളിലും അത് ഒരു പരിധിവരെ തടയുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആഫ്രിക്കൻ ഒച്ചുകളുടെ സാന്നിധ്യം ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലാണ് ഉപ്പും തുരിശും ചേർന്ന മിശ്രിതം വിതറുന്നത്. ഓമല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ. ന്യൂസ് 18 പാലക്കാട്. ഇടുക്കി കല്ലാറിലെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ സുരക്ഷ ആവശ്യപ്പെട്ട് വനംവകുപ്പിന്റെ കത്ത്. സൗരോർജ്ജവേലിയും നിരീക്ഷണ ക്യാമറകളും സ്ഥാപിക്കണമെന്നാണ് നിർദ്ദേശം. കാട്ടാന സാന്നിധ്യം പതിവായതോടുകൂടിയാണ് നടപടി. കല്ലാറിലെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ കാട്ടാന സാന്നിധ്യം പതിവാണ്. ആനകളെ തുരത്തിയാലും വീണ്ടും മേഖലയിലെത്തുന്നതോടെ തൊഴിലാളികളും നാട്ടുകാരും ആശങ്കയിലുമാണ്. ഈ സാഹചര്യത്തിലാണ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് സുരക്ഷ ആവശ്യപ്പെട്ട് വനംവകുപ്പിന്റെ കത്ത്. സൗരോർജ്ജവേലിയും നിരീക്ഷണ ക്യാമറകളും സ്ഥാപിക്കണം. പച്ചക്കറികളുടെ അവശിഷ്ടങ്ങൾ കഴിക്കാനാണ് ആനകളെത്തുന്നത്. 6 ആനകൾ സ്ഥിരമായി പ്ലാന്റിൽ തമ്പടിക്കുന്നു. തൊഴിലാളികൾക്ക് നേരെ ആക്രമണം പതിവായതോടെ സുരക്ഷാ സംവിധാനം ഉറപ്പാക്കണമെന്നാണ് വനംവകുപ്പ് പഞ്ചായത്തിനോട് നിർദ്ദേശിച്ചത്. ന്യൂസ് 18 മൂന്നാർ. RTO ഓഫീസ് ഉപരോധമടക്കം 2ാം ഘട്ട സമരത്തിനൊരുങ്ങി ഇടുക്കി ചൊക്രമുടി സംരക്ഷണ സമിതി. കയ്യേറ്റം സ്ഥിരീകരിച്ചിട്ടും തുടർ നടപടികൾ വൈകുന്നതിലും ഉന്നത ഉദ്യോഗസ്ഥരെ രക്ഷപ്പെടുത്താനുള്ള നീക്കത്തിലുമാണ് പ്രതിഷേധം. ചൊക്രമുടിയിൽ സർക്കാർ ഭൂമിയിലെ കയ്യേറ്റം സ്ഥിരീകരിച്ചിട്ടും തുടർ നടപടികൾ വൈകുന്നുവെന്നാണ് ചൊക്രമുടി സംരക്ഷണ സമിതിയുടെ ആരോപണം. കയ്യേറ്റക്കാരെ സഹായിച്ച 3 ഉദ്യോഗസ്ഥരെ മാത്രം സസ്പെൻഡ് ചെയ്ത് ഉന്നത ഉദ്യോഗസ്ഥരെ രക്ഷിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് എന്നും സംരക്ഷണ സമിതി ആരോപിക്കുന്നു. ഹിയറിംഗ് പെട്ടെന്ന് തന്നെ അവസാനിപ്പിച്ച് ഈ പട്ടയം നടപടി റദ്ദ് ചെയ്തിട്ട് ഈ കുറ്റക്കാരായ ആളുകൾക്കെതിരെ കൃത്യമായ ശിക്ഷ നടപടി സ്വീകരിച്ചില്ല എങ്കിൽ ഈ 19-ാം തീയതി നടക്കുന്ന ഹിയറിംഗിന് ശേഷം സംരക്ഷണ സമിതി നേതൃത്വത്തിൽ RDO ഓഫീസ് ഉപരോധം അടക്കമുള്ള സമരപരിപാടിയിലേക്ക് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ചൊക്രമുടി ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റവന്യൂ വകുപ്പ് മന്ത്രി പറഞ്ഞത് ഇതിന് ചൊക്രമുടി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് അതിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെയും കയ്യേറ്റക്കാർക്കെതിരെയും ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് പറഞ്ഞത്. എന്നാൽ നാളിതേവരെ ആയിട്ടും ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയല്ലാതെ അവർക്കെതിരെ അന്വേഷണം നടത്തുകയോ
അവരെ കുറ്റക്കാരായി കണ്ടെത്തി അവർക്ക് ശിക്ഷാ നടപടി ചെയ്തു കൊടുക്കുകയോ ചെയ്തിട്ടില്ല. അന്വേഷണം പൂർത്തിയായെങ്കിലും കയ്യേറ്റം ഒഴിപ്പിക്കാനുള്ള നടപടികൾ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. നടപടികൾ വേഗത്തിലാക്കി ഭൂമി കയ്യേറ്റത്തിൽ പങ്കുള്ള മുഴുവൻ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി സ്വീകരിക്കണം. ചൊക്രമുടിയിൽ നിർമ്മിച്ചിരിക്കുന്ന തടയണ മൂടണമെന്നും സമരസമിതി ആവശ്യപ്പെടുന്നു. 30 ദിവസത്തിനുള്ളിൽ ഈ തടയണ മൂടിക്കളയണമെന്നാണ് കളക്ടർ ആവശ്യപ്പെട്ടേക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മൈനോളജി അവിടുന്ന് ഉദ്യോഗസ്ഥന്മാരും അതുപോലെ പഞ്ചായത്തിലെ സെക്രട്ടറി ഇവരെല്ലാം പോയി കൂട്ടായി സന്ദർശിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് മൂടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് മൂടിയില്ലെങ്കിൽ സമരസമിതി അതിനെതിരെയും ശക്തമായ സമരം ആയിട്ട് പഞ്ചായത്തുമായിട്ടും ബന്ധപ്പെടുന്നതാണ്. RDO ഓഫീസ് ഉപരോധമടക്കമുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് സമരസമിതിയുടെ തീരുമാനം. ന്യൂസ് 18 ഇടുക്കി. കണ്ണൂർ ഏഴിമല നാവിക അക്കാദമിയിൽ നടന്ന 13ാമത് അഡ്മിറൽ കപ്പ് പായ്വഞ്ചിയോട്ട മത്സരത്തിൽ റഷ്യ ജേതാക്കൾ. ഇറ്റലിയാണ് റണ്ണറപ്പ്. ഇന്ത്യയ്ക്ക് 3ാം സ്ഥാനം ലഭിച്ചു. അഡ്മിറൽസ് കപ്പ് സെയിലിംഗ് റൊഗാട്ടയുടെ 13ാം പതിപ്പ് ഏഴിമല ഇന്ത്യൻ നേവൽ അക്കാദമിക്ക് കീഴിലുള്ള എട്ടിക്കുളം കടലിൽ സമാപിച്ചു. റഷ്യയെ പ്രതിനിധീകരിച്ച ലഫ്റ്റനന്റ് ഗോർക്കുനോ പെട്രലിച്ച്, കമാൻഡർ ലോഷിച്ചിന പോളിന എന്നിവർ അഡ്മിറൽസ് കപ്പ് സ്വന്തമാക്കി. ടീം ഇറ്റലിയെ പ്രതിനിധീകരിച്ച മിഡ്ഷിപ്മാൻ കാർലോ ലിയോനാർഡോയും എൻസൈൻ കാമില ബെർണബയും റണ്ണറപ്പായി. ടീം ഇന്ത്യ INA പ്രതിനിധീകരിച്ച SLT ജാപ്പമാൻ അവതാറും കമാൻഡർ PK റെഡ്ഡിയും 3ാം സ്ഥാനത്തെത്തി. INA കമാൻഡ് വൈസ് അഡ്മിറൽ CR പ്രവീൺ നായർ വിജയികൾക്ക് അഡ്മിറൽസ് കപ്പ്, റണ്ണേഴ്സ് അപ്പ് ട്രോഫി, വ്യക്തിഗത മെഡലുകൾ എന്നിവ സമ്മാനിച്ചു. 25 രാജ്യങ്ങളിൽ നിന്നുള്ള 14 സ്ത്രീകൾ ഉൾപ്പെടെ 53 നാവികരാണ് 4 ദിവസമായി കപ്പലോട്ട വൈദഗ്ധ്യം പ്രദർശിപ്പിക്കാൻ ഏഴിമലയിലെത്തിയത്. ന്യൂസ് 18 കണ്ണൂർ. കൊല്ലം ചടയമംഗലം ജഡായു എർത്ത് സെന്ററിൽ ദുരന്ത നിവാരണ അതോറിറ്റി മോക്ക് ഡ്രിൽ നടത്തി. സഞ്ചാരികൾ കേബിൾ കാറിൽ കുടുങ്ങിയാലോ അപകടത്തിൽപ്പെട്ടാലോ സുരക്ഷിതമായി പുറത്തിറക്കുന്ന രീതിയാണ് മോക്ക് ഡ്രിൽ പരീക്ഷിച്ചത്. മലപ്പുറത്തെ ഒരു 19കാരി സ്വപ്നം കണ്ടതുപോലെ ആകാശത്ത് പറന്നുയരാൻ ഒരുങ്ങുകയാണ്. മറിയം ജുവാന എന്ന ഈ മിടുക്കി ഇതിനകം സ്റ്റുഡന്റ് പൈലറ്റ് ലൈസൻസ് നേടിക്കഴിഞ്ഞു. പള്ളിയിൽ ജോലി ചെയ്യുന്ന മതപണ്ഡിതനായി പിതാവ് ഉമ്മർ ഫൈസിയും പൊതുപ്രവർത്തക ഉമ്മ ഉബൈബാനുമാണ് നൽകുന്ന പിന്തുണയാണ് മറിയം ജുവാനയ്ക്ക് പറന്നുയരാനുള്ള കരുത്ത് നൽകിയത്. സിവനുമോദിന്റെ റിപ്പോർട്ട് കാണാം. ഈ റിപ്പോർട്ടോടുകൂടി സകലമാന കേരളം പൂർണ്ണമാകും. നമസ്കാരം. മലപ്പുറത്തെ ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ നിന്നും ആകാശം സ്വപ്നം കണ്ടു തുടങ്ങിയ ഒരു പെൺകുട്ടി ആകാശം സ്വപ്നം കാണുക മാത്രമല്ല അതിൻ്റെ അതിരുകൾ ഭേദിക്കാനായി പറന്നും തുടങ്ങുകയാണ്. ഞാൻ പറഞ്ഞു തുടങ്ങുന്നത് മറിയം ജുമാനെ പറ്റിയാണ്. മറിയം മഹാരാഷ്ട്രയിലാണ് ഇപ്പോൾ പഠിക്കുന്നത്. സ്റ്റുഡൻറ്റ് പൈലറ്റ് ലൈസൻസ് ലഭിച്ച ഒരു മിടുക്കി കൂടിയാണ് ഈ 19കാരി. ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. മലപ്പുറത്തു നിന്നും ഒരു വനിതാ പൈലറ്റ് ഉയർന്നു വരുന്നു, അതും ഒരു യാഥാസ്ഥിതിക മുസ്ലിം കുടുംബത്തിൽ നിന്ന് പറയുമ്പോൾ ഒരുപാട് പേർക്കുള്ള മറുപടി കൂടിയാണ് മറിയത്തിൻ്റെ ഈ കരിയറിലേക്കുള്ള കടന്നുവരവ്. നമ്മോടൊപ്പം മറിയവും കുടുംബവും ചേരുന്നുണ്ട്. ഒരുപാട് പേർക്ക് മോട്ടിവേഷനാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പോൾ നമ്മൾ അതിലേക്ക് വരുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഇതിനോടൊരു താല്പര്യം തോന്നിയത്? എന്താണ് ഈ പൈലറ്റ് എന്ന മേഖലയോടൊരു ഇഷ്ടം തോന്നാനുള്ള കാരണം? എനിക്ക് കമ്പ്യൂട്ടറൈസ്ഡ് ജോബ്സ് ഒന്നും തീരെ താല്പര്യമില്ല. എനിക്ക് സ്ക്രീനുള്ള ജോബ്സ് ഒന്നും തീരെ താല്പര്യമില്ല. പിന്നെ എല്ലാ ജോബ്സ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും വർക്ക് ചെയ്യുക, ഇത്ര രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വർക്ക് ചെയ്യുക, ആ ഒരു ഇതാണല്ലോ. പൈലറ്റ് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. ഇപ്പം നമുക്ക് എല്ലാ ദിവസവും ഫ്ലൈയിങ് ഒന്നും കിട്ടുന്നില്ല, ഷെഡ്യൂൾ ഉണ്ടല്ലോ. അപ്പം പിന്നെ നമുക്ക് സ്കൈ കണ്ടാണ്ട് ഒരു ജോലി ചെയ്യുക എന്നുള്ള ഒരിതാണ്. പിന്നെ കോക്പിറ്റ് വ്യൂവും ആകാശമൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഈ ഒരു പൈലറ്റ് ചൂസ് ചെയ്തത്. ഇപ്പോൾ ഇങ്ങനൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ +2 കഴിഞ്ഞിട്ടാണല്ലോ ഇതിൻ്റെ ഒരു പഠനത്തിന് തുടക്കാവുന്നത്. എങ്ങനെയായിരുന്നു കുടുംബത്തിൻ്റെ ഒരു സപ്പോർട്ട്? ഞാൻ ആദ്യം പറഞ്ഞപ്പം വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. ഉപ്പ പറഞ്ഞു എക്സ്പെൻസീവ് ആണല്ലോ, നമ്മളെ കൊണ്ടൊക്കെ പറ്റുമോ എന്ന് ചോദിച്ചിരുന്നു. പക്ഷെ ഉമ്മ ഭയങ്കര പോസിറ്റീവായിരുന്നു. ഉമ്മ പറഞ്ഞു നമുക്കെന്തുകൊണ്ട് പറ്റിക്കൂടാ, അത് നമ്മളിതിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ക്യാഷൊക്കെ ഇങ്ങനെ വരും എന്ന് പറഞ്ഞു ഉമ്മ. അപ്പം ഉമ്മ ഒരു പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ പിന്നെ ഉപ്പ കൂടെ സപ്പോർട്ട് ചെയ്തു, പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്തു. എങ്ങനെയാണ് ഈ കോഴ്സിൻ്റെ ഒരു രീതി? നമ്മൾ ആദ്യം തിയറി കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ പ്രാക്ടിക്കൽ തുടങ്ങുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ രണ്ടും പാടെ കമ്പൈൻ ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റും, പക്ഷേ
അത് നല്ല ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ പ്രാക്ടിക്കലിൽ തന്നെ നമ്മൾ കുറേ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ഇപ്പോൾ എൻജിൻ ഫെയിലർ ആയാൽ എന്തൊക്കെ ചെയ്യണം, കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പം തിയറി ആദ്യം ചെയ്തിട്ട് പിന്നെ ഫ്ലൈയിങ് ചെയ്യണം. ഇതിന് പരിശീലനം, അതായത് എൻട്രൻസ് കോച്ചിങ് പോലത്തെ വല്ല കോച്ചിങ് എന്തെങ്കിലും ഉണ്ട് ഇത്തരം പരീക്ഷ ഈ അക്കാദമിയിൽ പ്രവേശനം നേടുന്നതിന് മുൻപ്? നമ്മൾ തിയറി അക്കാദമിയിൽ നമ്മൾ +1 +2 ഫിസിക്സ് ആൻഡ് മാത്സ് റിസൾട്ട് നോക്കിയിട്ടാണ് അവർ ജോയിൻ ചെയ്യിപ്പിക്കുക. പിന്നെ ക്ലാസ് 2 മെഡിക്കൽ പാസ്സാവണം. അപ്പോൾ അത് പാസ്സായി കഴിഞ്ഞാൽ അതാണ് റിക്വയർമെൻറ്റ്, തിയറി അക്കാദമി ജോയിൻ ചെയ്യാനുള്ളത്. അതിനുശേഷം ഫ്ലൈയിങ് സ്കൂളിൽ ജോയിൻ ചെയ്യാൻ അവർ ചോദിക്കും DGC എക്സാംസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ DGC എക്സാംസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ അവർ ചോദിക്കും. ഉമ്മയ്ക്കും കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവും. മോള് ഇങ്ങനൊരു ആഗ്രഹം പ്രകടിപ്പിച്ചു. സ്വാഭാവികമായിട്ട് ഇവിടെ അത്ര പരിചയമില്ലാത്തൊരു ആഗ്രഹമാണുള്ളത്. എന്താണ് ഉമ്മയ്ക്ക് ആദ്യം തോന്നിയത്? വളരെ സന്തോഷമുണ്ടായിരുന്നു. പിന്നെ അവള് ഉയരത്തിൽ പറത്തി വന്നതല്ലേ, അപ്പോൾ ആ പറക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണല്ലോ. ഏതായാലും ഇത്രയും ഒരു ഉയരം കീഴടക്കാൻ അവൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം. വലിയ വെല്ലുവിളിയല്ലേ? അതിന് എൻ്റെ മേത്ത് കുറച്ച് സ്വർണ്ണമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് വിറ്റ് പിന്നെ കുറികളൊക്കെ വെക്കും. കുറിയൊക്കെ ഇവിടെ പള്ളീൻ്റെ കീഴിൽ കുറച്ച് കുറികളൊക്കെ ഉണ്ട്, അതിന് കിട്ടും, അത് അതിലേക്ക് വിൽക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ കുടുങ്ങുമ്പോൾ ആരോടെങ്കിലുമൊക്കെ വായ്പ വാങ്ങും, പൈസ ഉണ്ടാകുമ്പോൾ തിരിച്ചു കൊടുക്കും. എന്താണ് ഉപ്പയ്ക്ക് ശബ്ദത്തിൽ പോയിരിക്കുകയെന്ന് അറിയാം, എന്നാലും എന്താണ് മോള് ഇങ്ങനെ ഒരു അംഗീകാരത്തിലേക്ക്, അവളെ സ്വപ്നത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ തോന്നുന്നത്? ഉപ്പാക്ക് മക്കളെ പഠിപ്പിക്കാൻ എന്നും താല്പര്യമാണ്. പക്ഷെ ഇങ്ങനെയുള്ളൊരു മേഖലയിലേക്ക് എത്തിപ്പെട്ടത് അപ്രതീക്ഷിതമാണ്. ഞാൻ പ്രതീക്ഷിതല്ല എങ്കിലും മോള് സ്വയം കണ്ടെത്തിയൊരു മേഖല ആ താല്പര്യത്തിനൊപ്പം നിന്നു പ്രോത്സാഹിപ്പിച്ചു. അതിൻ്റെ പിറകിൽ സാമ്പത്തിക ബാധ്യതകളൊക്കെ വരുമെന്ന് അറിയാമെങ്കിലും അത് വൈഫിൻ്റെ പ്രത്യേക പ്രോത്സാഹനം കൂടി ആയപ്പോൾ അങ്ങോട്ട് അതിന് ഒരുമിച്ച് നീങ്ങിയതാണ്. അങ്ങൊരു മത പണ്ഡിതൻ കൂടിയാണ്. പലരും ഈ മലപ്പുറത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ ഈ മുസ്ലിം പെൺകുട്ടികളെ പഠിത്തത്തിനൊന്നും അധികം വിടാത്ത ഒരു ജില്ല എന്നുള്ളൊരു കൺസെപ്റ്റൊക്കെ ആയിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതിനൊക്കെ ഒരുപാട് മാറ്റം വരുന്നുണ്ട്. ഇപ്പോൾ മറിയം തന്നെ എല്ലാവർക്കും ഒരു മാതൃകയാവുന്ന തരത്തിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ ആളുകളുടെ മനോഭാവം മാറുന്നുണ്ടല്ലേ? കാലോചിതമായ വിദ്യാഭ്യാസം, ആത്മീയ വിദ്യാഭ്യാസം നൽകണം. ആത്മീയ വിദ്യാഭ്യാസവും ആത്മീയ സാഹചര്യവും നമ്മുടെ വീട്ടിൽ ഒരുക്കണം. അതോടൊപ്പം എത്ര ഉയരാൻ സാധിച്ചാലും അതിനുവേണ്ടി ശ്രമിക്കണം. അപ്പോൾ ആ നിലയ്ക്ക്